ആരാണ് മുഹമ്മദ് യൂനുസ്? എന്തായാലും ബംഗ്ലാദേശിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയൊന്നുമല്ല, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേയില്ല. രാജ്യത്തിന് ഇതുവരെ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടുമില്ല. കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഭരണഘടനാ മാറ്റങ്ങളോ അതും കൊണ്ടുവന്നില്ല. ആശാനിഷ്ടം വിദേശ രാജ്യ യാത്രകളാണ്. ചൈനയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ കറങ്ങി നടന്ന് തൻ്റെ ആഗോള സാമ്പത്തിക ആശയങ്ങൾ, നിലപാടുകൾ തള്ളുക. അപ്പോഴും ഓർക്കുന്നില്ല തൻ്റെ ബംഗ്ലാദേശ് പെരുവഴിയിലാണെന്ന്, ഇപ്പോഴും തകർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതിനിടയിൽ ഉള്ള സമയത്തിന് ഇന്ത്യയെ ചൊറിയാൻ നിന്നാൽ നോർത്ത് ഈസ്റ്റ് വഴി തന്നെ ഇന്ത്യ പണി കൊടുക്കുമെന്ന് ഓർത്തോണം. ബംഗ്ലാദേശിനെ സ്ഥിരതയുള്ളതാക്കാൻ കൊണ്ടുവന്നതാണ് ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രിയെ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭകർ ഈ മുഹമ്മദ് യൂനുസിനെ ചീഫ് അഡ്വൈസറായിട്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്ത, തൻ്റെ മുഖ്യ ഉപദേഷ്ടാവിൻ്റെ സ്ഥാനം രാജിവെക്കാൻ മുഹമ്മദ് യൂനുസ് തയ്യാറെടുക്കുന്നതെന്നാണ്. ബംഗ്ലാദേശ് സൈനിക മേധാവി യൂനുസിനെ പേരെടുത്ത് ഒരു സൈനിക യോഗത്തിൽ കുറ്റപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ തൻ്റെ രാജ്യ തീരുമാനത്തിന് കാരണമായി യൂനുസ് പറയുന്നത് മറ്റൊന്നാണ്. രൂക്ഷമായ ആഭ്യന്തര സമ്മർദ്ദം, രാഷ്ട്രീയപരമായ അനിശ്ചിതാവസ്ഥ, തന്നെ മുഖ്യ അഡ്വൈസറാക്കിയ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലെ ഐക്യമില്ലായ്മ. യൂനുസിനെതിരെ സൈന്യമുയർത്തുന്ന ആരോപണം ബംഗ്ലാദേശിനെ സ്ഥിരപ്പെടുത്താൻ കൊണ്ടുവന്ന യൂനുസിന് ഇത്രകാലമായിട്ടും അതിന് സാധിച്ചില്ല എന്നതാണ്. ഇനിയും സമയം നീട്ടി നൽകാനാകില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. യൂനുസ് ആകട്ടെ ആഭ്യന്തര വിഷയങ്ങളിൽ ബംഗ്ലാദേശിനെ സ്ഥിരപ്പെടുത്തുന്നതിന് പകരം വിദേശ രാജ്യങ്ങളുടെ പ്രതിച്ഛായ നന്നാക്കാനായിട്ട് സ്ഥിരം സമയം ചിലവഴിക്കുന്നു എന്നതാണ്. 2024 സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സ്ഥാനത്യാഗം ചെയ്യുന്നതിലേക്കാണ് നയിച്ചത്. എന്നാൽ തൊട്ട് പിന്നാലെ വന്ന യൂനുസ് 1 വർഷം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശുകാർ ആരോപിക്കുന്നത്. പക്ഷേ യൂനുസ് തൽക്കാലത്തേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവിൻ്റെ അവകാശവാദം. ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വഖാർ ഉസ്സമ നൽകുന്ന സൂചന ഒരു സൈനിക യോഗത്തിൽ സൈനിക ഓഫീസർമാരോട് പറഞ്ഞത് ബംഗ്ലാദേശ് ഉടനൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നാണ്. പറ്റുമെങ്കിൽ അത് വരുന്ന ഡിസംബറിൽ തന്നെ. അതെ, ഡിസംബറിൽ തന്നെ ബംഗ്ലാദേശിൽ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ നിലപാട്. അല്ലെങ്കിൽ നടപടി സൈന്യം വക പിന്നാലെ ഉണ്ടാകുമെന്ന സൂചനയാണ് ജനറൽ നൽകുന്നത്. യൂനുസ് അധികാരത്തെത്തിയപ്പോഴും ഇതുതന്നെയായിരുന്നു നൽകിയ ഉറപ്പ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികളും കടുത്ത അമർഷത്തിലാണ്. എന്താണ് കാരണം? തെരഞ്ഞെടുപ്പ് ഉടൻ വേണമെന്ന നിലപാടാണ് അവർക്ക്. കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രതിഷേധങ്ങൾ നയിച്ച വിദ്യാർത്ഥി നേതാവ് നദീം ഇസ്ലാം ഇപ്പോൾ പറയുന്നത് മുഹമ്മദ് യൂനുസ് രാജിവെക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം യൂനുസ് രാജിവച്ചിരിക്കണം, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ടായ ഗതികേട് യൂനുസിനുമുണ്ടാകുമെന്ന് സൂചന. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെ നിരോധിച്ച ഹസീനയ്ക്കും ആ പാർട്ടി നേതാക്കൾക്കുമെതിരെ അഴിമതി കേസുകൾ എടുത്ത തരത്തിലുള്ള നടപടികളെ മുഹമ്മദ് യൂനുസിൽ നിന്നും അതല്ല പ്രതീക്ഷിച്ചതെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. പ്രധാനമായും ബംഗ്ലാദേശി നാഷണൽ പാർട്ടി. ഹസീനയുടെ പാർട്ടിയെ നിരോധിച്ചു കളഞ്ഞ മുഹമ്മദ് യൂനുസ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിക്ക് രാജ്യത്ത് തഴച്ചു വളരാൻ വളവും വെള്ളവും നൽകി. അങ്ങനെ രാജ്യത്ത് ഇസ്ലാമികവാദവും കടുത്ത അവസ്ഥയിലാണിപ്പോൾ. അതേസമയം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് കൂടുതൽ വ്യാപകമാകുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ ബംഗ്ലാദേശിൽ പ്രതിപക്ഷത്തുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP ഇപ്പോൾ യൂനുസിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ധാക്കയിൽ മേയർ ഇലക്ഷനുമായി നടന്ന ഒരു പ്രക്ഷോഭത്തിൽ അത് യൂനുസിനുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും കൂടിയായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്താണ് BNP മുന്നോട്ട് വന്നത്. ഇപ്പോൾ പക്ഷേ അവർ ഇന്ത്യയുടെ ഉപദേശം കേട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം അവർക്ക് വേണ്ടത് ഇന്ത്യ നയിക്കുന്ന ബംഗ്ലാദേശല്ല, സുസ്ഥിരമായൊരു ബംഗ്ലാദേശാണ്. അതിന് ഇന്ത്യയുടെ ഉപദേശങ്ങൾ അവർക്ക് കൂടിയേ തീരും. കഴിഞ്ഞ മാസമാണ് ധാക്ക ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഇനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. തൊട്ടടുത്ത ഈ മാസം ഇന്ത്യ തിരിച്ചടിച്ചു. ബംഗ്ലാദേശിലേക്കും പുറത്തേക്കുമുള്ള കരമാർഗമുള്ള പോർട്ട് വ്യാപാര നീക്കം ഇന്ത്യ മരവിപ്പിച്ചു. ഈസ്റ്റ് ഭാഗത്തെ 4 ചെക്ക് പോസ്റ്റുകൾ ഇന്ത്യ അടച്ചുപൂട്ടി സീൽ ചെയ്തു. ഇതോടെ ചൈന പ്രേമം കലശലായി തുടരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ പടുകുഴിയിൽ വീണ അവസ്ഥയിലാണ്. ഇനിയൊരു കെയർടേക്കർ സർക്കാരിൽ വേണ്ട, ഒരു കെയർടേക്കർ സർക്കാരിൽ നിന്നും സുസ്ഥിരമായൊരു സർക്കാർ വേണമെന്നതാണ് BNPയുടെയും ഇപ്പോഴത്തെ നിലപാട്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ അടിച്ചമർത്താൻ പല വഴിക്കും മുഹമ്മദ് യൂനുസ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ശ്രമം നടത്തുന്നുണ്ട്. യൂനുസിൽ നിന്ന് ബംഗ്ലാദേശ് പ്രതീക്ഷിച്ചത് സ്ഥിരതയും വികസനവും. യൂനുസ് പക്ഷേ ഇതുവരെ നൽകിയതോ സ്ഥിരതയില്ലായ്മയും അസ്ഥിരമായൊരു ഭരണവും.
ഇന്ത്യക്ക് 50-50 ആണോ? യൂനിസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യയുടെ കണ്ണിൽ ബംഗ്ലാദേശ് എന്ന അയൽ രാജ്യം അസ്ഥിരമാണ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആ അസ്ഥിരതയുടെ വൈറസുകൾ ബാധിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അടിച്ചമർത്തണം. അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്വസ്ഥതകൾ സമീപകാലത്തൊന്നും കെട്ടടങ്ങാൻ പോകുന്നില്ല. ഇന്ത്യയുടെ ആശങ്ക മുഴുവൻ യൂനിസ് തുറന്നു കൊടുത്ത വഴിയെ ഇന്ത്യയിലേക്കൊരു ചുവന്ന പരവതാനി വിരിക്കാൻ കാത്തിരിക്കുന്ന ചൈനയാണ്. ആ കുരുക്ക് സമയമെടുത്ത് വളരെ കൃത്യമായി അഴിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ന്യൂഡൽഹി. എന്തായാലും അതിന് അല്പം സമയം വേണ്ടി വരും. അതിനിടയ്ക്ക് ഡിസംബറിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കും, അല്ലെങ്കിൽ സൈന്യം ഇടപെട്ട് നടത്തിയിരിക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭകർ ഒന്നുകൂടി റോഡുകളിലേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ അവർ നൽകുന്ന സൂചന. എന്തായാലും യൂനിസിനെ കൊണ്ട് രക്ഷയുമില്ലെന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് തന്നെ സമ്മതിച്ചിരിക്കുന്നു.